നമസ്കാരം. എറണാകുളത്ത് നിന്നും ബീഹാറിലെ ബറോണിയിലേക്ക് പോകുന്ന റാപ്തി സാഗർ എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ ട്രെയിനിന്റെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പോ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ ഇപ്പൊ 6:48 ഇവിടെ 5:30 ട്രെയിൻ എത്തേണ്ടത്. ഡിലേ ആണ്. പിന്നെ ഇതിന്റെ അകത്ത് കോഴിയൊക്കെയാണ്, അത് കൂന്നൊക്കെ നമുക്ക് കാണാം. വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആണ് ലോക്കോമോട്ടീവ്. ചെന്നൈയിൽ നിന്നാണ് ഈ ലോക്കോമോട്ടീവ് ആയത്. അതുവരെ റോയാപുരത്തിന്റെ WAP7 ആയിരുന്നു. ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ കാണാം. ഈ മുൻഭാഗത്ത് തന്നെ ഉള്ളത് 2 അൺറിസർവ്ഡ് കോച്ചാണ്. നല്ല തിരക്കാണ് ഇതിലൊക്കെ. കുത്തി നിറച്ചിട്ടാണ് പോകുന്നത്. എവിടെയാ നിൽക്കുന്നത് വേണ്ട, അതായത് ഈ ഒരു കക്കൂസിന്റെ അകത്ത്. എൻ്റെ പൊന്നോ, എങ്ങനെയല്ലേ നമുക്കല്ലേ ഇങ്ങനെ പോകാൻ പറ്റുമോ? അത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ പിന്നെയും. ഇതെത്ര മണിക്കൂർ യാത്ര ചെയ്യണം? ബീഹാർ വരെ ഇങ്ങനെ തന്നെയാണ്. ഇത് ഏകദേശം എല്ലാ കോച്ചിലേക്കും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ്. നല്ല തിരക്ക് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇവരൊന്നും പലരും ഷർട്ടൊന്നും ഇടുന്നില്ല, ബനിയൻ മാത്രം ഇട്ടിട്ട് തന്നെയാണ് ഇവർ നടക്കൊക്കെ ചെയ്യുന്നത്. രാവിലെ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും, പഴം, ആപ്പിളും അങ്ങനെയൊക്കെ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് AC ആണ്. ഇതിലൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന കോച്ച് 3rd AC B1 ആണ്. ഒരു വ്യത്യാസം പറഞ്ഞുതരാം. ഇതിപ്പോൾ അൺറിസർവ്ഡ് കോച്ചാണല്ലോ, കുത്തി നിറച്ച് പോവുകയാണ്. ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് ഫസ്റ്റ് AC ആണ്. അവിടെ ഒരു തിരക്കുമില്ല, സുഖകരമായിട്ട് യാത്ര ചെയ്യാം. ഡോറിൻ്റെ ഭാഗത്ത് ആരുമില്ല. ഇവിടെ നോക്കിയേ, മെയിൻ ഡിഫറൻസ് ഇങ്ങനെയാണ്. ഇവിടെ 10 മിനിറ്റിൻ്റെ മുകളിൽ എന്തായാലും വണ്ടി നിൽക്കും. പിന്നെ വാട്ടറിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ സ്റ്റേഷൻ്റെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുകയാണ്. രാവിലെ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കാം. 6:54 വിജയവാഡയിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് തെലുങ്കാനയിലാണ്. പത്ത് മിനിറ്റ് തന്നെയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. ഞങ്ങൾ B2 കോച്ച് വഴിയാണ് ഇപ്പോൾ കയറിയത്. കാരണം ഫുഡ് മേടിക്കാനുണ്ടായതുകൊണ്ട് ആ സമയത്ത് തന്നെ വണ്ടി സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയാണ്. വിജയവാഡയിൽ നിന്ന് വാങ്ങിയത് ഇഡ്ഡലിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ദോശയും ഉണ്ട്. ഒരു പ്ലെയിൻ ദോശയും 2 ഇഡ്ഡലിയും പിന്നെ ചട്നിയും, അതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിനായത് 50 രൂപയാണ്. ഞാൻ പൊതുവെ വിജയവാഡ സൈഡിൽ നിന്ന് ഈ ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചാൽ അധികം കഴിക്കാറൊന്നുമില്ല, കാരണം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇതിന് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഈ ഒരു ചട്നിക്ക് ഇഡ്ഡലിക്ക് വലിയ ചൂടൊന്നുമില്ല, പക്ഷെ ഡേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ചട്നിയിൽ ഇത് നോക്കി കഴിക്കാം. ഇതുപോലെ ചട്നിയൊക്കെ ഒരു പച്ചവെള്ളം പോലെ തന്നെയാണ്, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ദോശയും കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ കഴിച്ചത് ഇഡ്ഡലിയാണ്, ദോശയും കൂടെ കഴിക്കാം. ഇഡ്ഡലിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലത് ദോശയാണ്. തെലുങ്കാനയിലെ ഈ ട്രെയിനിന്റെ ആദ്യ സ്റ്റോപ്പായ ഖമ്മം 8:18. ഇവിടെ അൺറിസർവ്ഡിൽ കയറാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. വിജയവാഡയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ഫുഡ് ഒന്നിനും കൊള്ളൂല എന്ന് തന്നെ പറയാം. അതിൻ്റെ ആ ഒരു ചട്നി ആണെങ്കിലും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒന്നും തന്നെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ചട്നി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തേങ്ങാ ചട്നിയല്ലല്ലോ ഇവിടെ കിട്ടുന്നത്. കടലൊക്കെ വെച്ചിട്ടില്ല, കടലമാവ് വെച്ചിട്ടാണ് ചട്നിയാണ്. പിന്നെ ഫസ്റ്റ് ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ഒരു ഇംപ്രഷൻ കിട്ടുന്നില്ല. അതെ, ഇനിയിപ്പോൾ അങ്ങോട്ടെല്ലാം ഭക്ഷണമൊക്കെ ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു
ടേസ്റ്റിലുള്ള ഫുഡൊന്നും കിട്ടൂല. ഇപ്പൊ നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം വാങ്ങിക്കാം. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പറയണ്ടേ നമ്മുടെ സഹയാത്രയെ കുറിച്ചിട്ട്. അതായത് നമ്മൾ എറണാകുളത്ത് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ഇരിക്കുന്ന ഒരു ഭാഗത്ത് നമ്മുടെ ഒരുപാട് മലയാളീസ് ആണ് നമ്മുടെ കൂടെ ഉണ്ടായത്. കയറിയ സമയം മുതൽ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് എന്താ പറയാ അങ്ങനെ പോയി. നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. എല്ലാവരും അവരവരുടെ പേരെന്ന് പറഞ്ഞാൽ. നാട്ടിലെവിടെയാ? നാട് ആലപ്പുഴയാണ്. വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. ശ്രീജിത്ത്, നാട് വൈക്കമാണ്, വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത്. സാറിന്റെ പേര് പറഞ്ഞ? എന്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. എന്റെ വീട് ആലപ്പുഴയിലാണ്. ആദ്യം കണ്ടപ്പോ ഈ സാറാണ് നമ്മുടെ തിരിച്ചറിഞ്ഞത്. സാറിന്റെ പേര് പറഞ്ഞ? എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാനും എറണാകുളത്ത് തന്നെയാണ്. ഒരുമിച്ചാണ് എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവര് എറണാകുളം പോലീസ്, ഏത് പോലീസ് സ്റ്റേഷനിലാ? ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ. നല്ല ഭയങ്കര ടെസ്റ്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, കേറി വന്ന ഉടനെ തന്നെ അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഞങ്ങൾ സാധാരണ മലയാളീസ് ആണെന്നല്ല വിചാരിച്ചത്. ചാർട്ട് നോക്കിയ സമയത്ത് എല്ലാവരും യുപിയിലേക്കാണ് പോകുന്നുണ്ടായത്. അപ്പം നമ്മൾ സംസാരിച്ച് അങ്ങനെ പോയി. എവിടെ പോകും, നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ യാത്രാ കാര്യങ്ങൾ എല്ലാം സംസാരിച്ച് അങ്ങനെ പോയി. പക്ഷെ ഇവര് കേരള പോലീസിലാണ് വർക്ക് എന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളോട് പറഞ്ഞതുമില്ല. ആദ്യം ഞങ്ങളോട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അവർ വേറൊരു കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായത്. ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മളങ്ങനെ ചോദിക്കാൻ അധികം പോയിട്ടില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ വെച്ചാൽ നല്ല കമ്പനി. ഒന്നാമത്തെ പാട്ടിൽ വെച്ചാൽ ഒന്നാമത്തെ ദിവസം നല്ല രീതിയിലാണ് കമ്പനി ആയത്. വളരെയധികം എന്താ പറയാ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു നമ്മുടെ സഹോദരങ്ങളെ പോലെ ആയിപ്പോയി. കാരണം തീർച്ചയായിട്ടും നാളെ ഈ ട്രെയിൻ എന്തായാലും നമ്മൾ ഇറങ്ങും. അപ്പൊ അതുവരെ നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ പോകുന്നത് വിചാരിച്ചാണ്. പക്ഷെ അവര് തന്നെ നമ്മളോട് ലാസ്റ്റ് പറഞ്ഞു ഞങ്ങള് അവരുടെ ഡ്യൂട്ടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്യൂട്ടിന്റെ ആവശ്യത്തിന് പോവാണ്. ഞങ്ങൾ കേരള പോലീസിലാണ്, എന്താ പറയാ, പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാരും എല്ലാരും അതായത് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് ഇല്ലേ, അതുപോലെ തന്നെയാണ് കേട്ടാ. ഇവര് കാണുന്നവരും അല്ല, നല്ല അടിപൊളി ആൾക്കാരാണ്. പിന്നെ ഈ ട്രെയിൻ യാത്രയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാ? ഒരുപാട് ബന്ധങ്ങള്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബന്ധങ്ങള് സ്ഥാപിക്കാൻ പറ്റുന്നതാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് നിങ്ങളെ പരിചയപ്പെട്ട പോലെ തന്നെ, അതുപോലെ തന്നെ എല്ലാ ഒരു മീൻസ് നമ്മളൊരു ലിംഗഭേദമില്ലാതെ എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ബന്ധപ്പെടാനും സാധിക്കും. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നമ്മുടെ ഈ സ്കോഡിലുണ്ടല്ലോ കോമഡി ആയിട്ടും എന്താ പറയാ നല്ല നമ്മള് ചിരിച്ചും അല്ലേ. പക്ഷെ ഈ ഞാൻ ചേട്ടനാ വിളിക്കുന്നത്. കയറി മുതലേ ചേട്ടൻ ചേട്ടനാണ് എല്ലാരും വിളിക്കുന്നത്. നമുക്കിത് അറിയില്ലല്ലോ പോലീസാണ്. പിന്നീടാണ് പിന്നെ ഇപ്പം കുറച്ച് സാറിനൊക്കെ വിളിക്കുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെന്ന് പറയാൻ വേണ്ടി ഫുഡിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഴം അങ്ങനത്തെ ബിസ്ക്കറ്റ് അങ്ങനത്തെ അതിലൊക്കെ കഴിച്ച് അല്ലേ. ട്രെയിനിപ്പോ 130 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വലിയ മലനിരകളാണ്. പിന്നെ ഇന്ന് ഒരു മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെയൊക്കെ കരിമ്പ് കൃഷി കാണാം. ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തി. പത്ത് മണി. ട്രെയിൻ ഇപ്പം വറങ്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. വറങ്കൽ ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ നമ്മുടെ കൂടെയുള്ളവരില്ലേ, ഇവിടുന്ന് സൊമാറ്റോ വഴി ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർക്ക് അവിടെ നിന്ന് കിട്ടി. ബീഹാർ യാത്രയാണല്ലോ. എറണാകുളത്ത് നിന്ന് കയറുന്ന സമയത്ത് തന്നെ ബെർത്തിൻ്റെ അവിടെ ഞങ്ങളുടെ ബാഗ് ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ വരുന്നത്. അതായത് രാത്രിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ
നമ്മുടെ ബാഗിന് പ്രൊട്ടക്ഷനായിട്ട് കേരള പോലീസ് തന്നെയാണുള്ളത്. കാരണം അവരൊക്കെ അവിടെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരിയായ ഒരു കാര്യം പറയുവാണെങ്കിൽ ബീഹാറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓരോ വീഡിയോ ഒക്കെ പകർത്താനും ഓരോ സ്ഥലത്തിങ്ങനെ പോകുമല്ലോ, സ്റ്റേറ്റിന്റെ പുറത്തൊക്കെ ഇറങ്ങുമല്ലോ. അപ്പം വല്ലാത്തൊരു ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. കാരണം ബാഗ് വെച്ച സമയത്തും ആരാണ് എടുത്ത് പോകുന്നതെന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ സ്റ്റോപ്പ് കൂടുതലുള്ള ഏതെങ്കിലും സ്റ്റേഷൻ, അതായത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സ്റ്റോപ്പൊക്കെ ഉള്ള സ്റ്റേഷനിൽ ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാം. 11:37 ട്രെയിൻ ഇപ്പോൾ രാമകൊണ്ടം സ്റ്റേഷനിലെത്തിയേ. അപ്പോൾ ഇവിടെ മറ്റൊരു ട്രെയിനെ കണ്ടു. രാജസ്ഥാനിലെ ഭഗത് കി കോട്ടിന്ന് തമിഴ്നാട്ടിലെ ചെന്നൈ MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ്. ഗോദാവരി നദി ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യും. വെള്ളം ഒട്ടും തന്നെ ഇല്ല. തെലങ്കാനയിലെ മഞ്ചിറയിൽ എന്ന സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നല്ല തിരക്കാണ്. ഒരു ബെർത്തിൽ 3-4 ആൾക്കാരൊക്കെയാണ്. സൈഡിൽ ഓവറായാലും ശരി, മിഡിൽ ബെർത്ത് ആയാലും ശരി, എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോറിൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് മോശം തന്നെയാണ്. ഇതിലൊക്കെ ബീഹാർ വരെ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്? ചില ബെർത്തിലൊക്കെ ഒരാൾ മാത്രമേ ഉള്ളൂ, ചില ബെർത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. സ്ലീപ്പർ ക്ലാസ്സിലെ തിരക്ക് കണ്ടില്ലേ? എറണാകുളത്ത് തന്നെ ഒരുപാട് പേര് ബറോണിയിലേക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ലീപ്പർ ക്ലാസ്സിലെ ചാർട്ടൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റും അങ്ങനെ ഈ അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ എടുത്ത് സ്ലീപ്പറിലേക്ക് കൺവേർട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. ചില കോച്ചിൽ മാത്രമേ തിരക്കുള്ളൂ. ബാക്കി ചില കോച്ചിലൊക്കെയാണ് ഒരു ബെർത്തിൽ 3-4 ആൾക്കാരൊക്കെ. പിന്നെ അതുവഴി തന്നെയാണ് ഞങ്ങൾ പാൻട്രി വഴി നേരെ ഈ ഒരു കോച്ചിലേക്ക് വന്നത്. പാൻട്രിന്റെ കാര്യമൊന്നും എടുത്ത് പറയുന്നില്ല അല്ലേ? ഞങ്ങൾ വിവേക എക്സ്പ്രസിലേക്ക് പോയ സമയത്ത് പറഞ്ഞില്ല, ഈ കാലിത്തൊഴുത്ത് പോലെ എന്ന് പറയില്ലേ, അതേ ഒരു അവസ്ഥ. ഞങ്ങൾ അവിടുത്തെ ഫുഡ് കണ്ടാൽ ഞങ്ങളല്ല ആരും കഴിക്കൂല. ഞങ്ങൾ അതുകൊണ്ടാണ് ട്രെയിനിലത്തെ പാൻട്രി ഫുഡ് പാടെ ഒഴിവാക്കിയത്. അതായത് ഞങ്ങൾ ഇനിയിപ്പം അപ്കമിങ് വരുന്ന ഒരുപാട് യാത്രയില്ലേ, ആ യാത്രയിലും ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത്, പാൻട്രി ഫുഡ് കഴിക്കുന്നവർ ആദ്യം ആ പാൻട്രി കോച്ചിൽ നിന്ന് പോയി ജസ്റ്റ് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും കഴിക്കൂല. തെലങ്കാനയിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായിരുന്നത് സിർപൂർ കാഗസ് നഗർ. അടുത്തതിന് മഹാരാഷ്ട്രയാണ്, ബൽഹാർഷ. ബൽഹാർഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അവിടെ എത്തുന്നതിന് മുന്നേ ഒരു ട്രെയിനെ കാണാം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 4ാമത്തെ ട്രെയിനായ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ട് ട്രെയിന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന നവയുഗ് എക്സ്പ്രസ്. ഇവിടെ ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്.
ഇതിലൂടെ ചെറിയൊരു റോഡൊക്കെ ഉണ്ട്. ഒരു വണ്ടിയൊക്കെ പോകുന്ന കാണാം. ഒന്നേ 54 ബൽഹാർഷ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ നവയുഗ എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല, എന്തായാലും യാത്ര ചെയ്യണം. മഴയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരത്തുനിന്ന് ഈ കട്രയിലേക്ക് നവയുഗ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അതിപ്പം പെർമനൻ്റ്ലി ഒഴിവാക്കിയല്ലോ. ഈ ഒരു പേര് ഇതിന് തന്നെ ഇപ്പം കിട്ടി. റാപ്തി സാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 125-22. ഈ ട്രെയിൻ ഈ പേര് വരാൻ കാരണം റാപ്തി എന്നത് ഗോരഖ്പൂരിനടുത്തുള്ള ഒരു നദീൻ്റെ പേരാണ്. പിന്നെ സാഗർ എന്നത് അറബിക്കടലിനെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് തിരുവനന്തപുരം, എറണാകുളം ആ ഒരു ഭാഗത്ത്. കാരണം 2 രാപ്തി സാഗർ എക്സ്പ്രസ്സുകൾ ടോട്ടൽ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഫുഡൊക്കെ നമുക്ക് വാങ്ങിക്കാം. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ബൽഹാർഷ റെയിൽവേ സ്റ്റേഷൻ വിട്ടതിന് ശേഷം ഒരുപാട് ഫാക്ടറികൾ കാണാം. ഇവിടെ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി. എനിക്കൊന്ന് ഇവിടെ നല്ല മഴയാണെന്ന് തോന്നുന്നു. ചെയിൻ പുള്ളി ആരോ ചെയിൻ വലിച്ചു. അവിടെ ട്രെയിൻ 3 ഹോൺ അടിക്കും. എന്നിട്ട് ഇത് ക്ലിയറായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇതൊന്ന് സ്ലീപ്പർ ക്ലാസിന്റെ ഭാഗത്തുനിന്നാണ് തോന്നുന്നത്. ഭയങ്കര ഒച്ച കേൾക്കുന്നു. ഈ ഭാഗത്ത് തന്നെ അതിൻ്റെ ഒരു അതിപ്പം മാറി. ഞാൻ പറഞ്ഞില്ലേ, സ്ലീപ്പറിന്റെ ആ ഭാഗത്തുനിന്നായിരുന്നു ആൾക്കാർ വലിച്ചത്. ഇത് അവരത് ഇറങ്ങി പോന്നതാ. ട്രെയിൻ ഇപ്പോൾ ചന്ദ്രപൂരിലെത്തി. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളാണ്. നല്ല മിന്നലൊക്കെ ഉണ്ട്. രണ്ടേ 32 ട്രെയിൻ ഇപ്പോൾ ചന്ദ്രപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അണ്ടർസൗണ്ട് കയറേണ്ടവരൊക്കെ മഴയൊക്കെ നനഞ്ഞ് തന്നെയാണ് ഇവിടെയുള്ളത്. സമീപം 2:30 കഴിഞ്ഞല്ലോ. ലഞ്ചൊന്നും കഴിച്ചില്ല, അതായത് വേറെ ഭക്ഷണമൊന്നും ബുക്ക് ചെയ്തില്ല. കാരണം ഞങ്ങളുടെ കൂടെയുള്ളവരില്ലേ, അവരൊക്കെ, അതായത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് കടല, ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ച് അങ്ങനെ ഒപ്പിച്ച്. കാരണം ഇനിയിപ്പോൾ അടുത്തൊരു മേജർ സ്റ്റേഷൻ വരുന്നത് നാഗ്പൂരാണ്. അപ്പോൾ അവിടെ എത്തിയ ശേഷം നമുക്ക് ഭക്ഷണം ബുക്ക് ചെയ്യാം അല്ലേ. അത് വൈകുന്നേരത്തുള്ള ഫുഡ് നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഒരു വണ്ടി നമ്മുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അതായത് നമ്മുടെ യശ്വന്ത് വരുന്ന അസ്രതി സമരക്ക് പോകുന്ന കർണാടക സമ്പർക്ക നദിയാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നു അറിയില്ല, നോക്കാം നമുക്ക് എന്തായാലും. സേവാഗ്ര എത്തുന്നതിന് മുന്നേ സോനേഗാവ് എന്ന സ്റ്റേഷനിൽ വെച്ച് ഓവർടേക്ക്. ഈ ട്രെയിനൊരു പ്രത്യേകതയുണ്ട്. ഹൈദരാബാദിലെ കാച്ചേഗുഡ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പുള്ളത് ബൽഹാർഷയാണ്.
നാഗ്പൂരിലേക്ക് ഇനിയും 18 കിലോമീറ്ററും കൂടിയുണ്ട്. ഗുംഗാവ് എന്നൊരു സ്റ്റേഷനിൽ ഇപ്പോൾ സിഗ്നൽ കിട്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 20 മിനിറ്റിന് മുകളിലായി ഇപ്പം നിർത്തിയിട്ട്. അപ്പോൾ ഈ റാപ്തി സാഗർ എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചുകളാണുള്ളത്. 2 മുന്നിലും 2 പുറകിലും, 6 സ്ലീപ്പർ ക്ലാസ്, 1 തേർഡ് AC എക്കണോമി, 5 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ്. ഇവിടെ പ്ലാറ്റ്ഫോമും ഈ ട്രെയിനും തമ്മിലൊരു ഇത് കണ്ട കുറച്ച് ഉയരത്തിലാണ്. കാരണം പ്ലാറ്റ്ഫോമിൽ നിന്നും ഉയർച്ചയില്ല. ഇതാ ഇത്രയും ഒരു ഇതിലാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഒരുപാട് ഡിലേ ആയിട്ടോ. ഇതിപ്പം വരുന്ന ഓരോരോ വഴിക്ക് ഇങ്ങനെ നിർത്തിയിട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നാളെ ഒരു ഗോരഖ്പൂർ സൈഡിലേക്ക് എത്തുമ്പം നല്ലൊരു ഡിലേ വരുമല്ലോ എന്തായാലും. പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ 3-ാമത്തെ ദിവസമാണ് കൂടുതൽ ഡിലേ ആവാറുള്ളത്. ശരിക്കും ഇന്ന് ഒന്ന് അധികം കാഴ്ചകളൊന്നും കാണാനില്ല അല്ലേ? നമ്മുടെ ഡൽഹി പോകുന്ന റൂട്ടില്ലേ, നമ്മുടെ കൊങ്കൺ വഴി അല്ലാതെ തന്നെ നമ്മുടെ കേരള ഹിമസാഗറൊക്കെ പോകുന്ന ഒരു മെയിൻ റൂട്ടാണല്ലോ. ഇവിടെ പ്രത്യേകിച്ച് കാണാൻ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഈ കുറെ സ്ഥലത്ത് നിർത്തി ഇങ്ങനെ സിഗ്നൽ കിട്ടുന്ന സമയത്ത് നമുക്ക് തന്നെ മടുപ്പ് വന്നു. വണ്ടി ഒരുപാട് ഡിലേ ആവുകയാണല്ലോ. പിന്നെ അടുത്ത സ്റ്റേഷനായ നാഗ്പൂരിൽ നിന്ന് രാത്രിക്കുള്ള ഭക്ഷണം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബർത്ത് തന്നെ അത് കൊണ്ടുതരുമല്ലോ. ഒരു ഓവർടേക്കിംഗ് ആണ് ഇവിടുന്ന്. ഹൗഡ അഹമ്മദാബാദ് സൂപ്പർ ഫാസ്റ്റ് ഓവർടേക്ക് ചെയ്തു. അതുവഴി മറ്റൊരു ട്രെയിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. നാഗ്പൂർ മെട്രോ. സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. വീണ്ടും മെട്രോ. നാഗ്പൂർ ജംഗ്ഷൻ. ഞങ്ങളുടെ ഭക്ഷണം ഇവിടെ ബർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നു. ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാഗ്പൂരിൽ ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. 5 മിനിറ്റ് ഉണ്ട് ഇവിടെ സ്റ്റോപ്പ്. പിന്നെ ഇവിടെ തന്നെ ഫുഡൊക്കെ വിൽക്കുന്നുണ്ട്, വെജിറ്റബിൾ ബിരിയാണി അങ്ങനെയൊക്കെ. നല്ലൊരു തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. മഹാരാഷ്ട്രയിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന്. നാഗ്പൂരിൽ നിന്ന് ട്രെയിൻ എടുത്ത് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു പാലം നമുക്ക് കാണാം. റാംജൂല എന്നാണ് ഇതിൻ്റെ പേര്. ഇതുവഴി എപ്പോഴും ട്രെയിനിൽ കടന്നു പോകുമ്പോൾ ഈ പാലം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നല്ല ഭംഗിയാണത് കാണാൻ. നാഗ്പൂരിലെ ഡയമണ്ട് ക്രോസിംഗ് അവിടെയാണ്. അവിടെ അടുത്ത സ്റ്റോപ്പിന് മധ്യപ്രദേശിലെ അംല ജംഗ്ഷൻ. 164 കിലോമീറ്റർ ഉണ്ട് പോവാൻ. ഡയമണ്ട് ക്രോസിംഗ് ഉള്ള ആ ഒരു ഭാഗത്തെ കൺട്രോൾ ഏരിയ ഇവിടെയാണ്. ആ ഒരു റൂം അവിടെയാണ് വരുന്നത്. ഈ ഭാഗത്തിന് ഒരുപാട് പേര് അനധികൃതമായിട്ട് ട്രാക്ക് വഴി നടക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടാണ്ടല്ലോ, അവരെ കല്ലൊക്കെ എടുത്ത് എറിയും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. രാത്രിക്ക് കഴിക്കുന്നത് റൊട്ടിയാണ്, ബട്ടർ റൊട്ടിയാണ് വാങ്ങിയത്.
പിന്നെ തൈരുണ്ട്, ഇവിടെ കേക്കും ഉണ്ട്. അപ്പോൾ രാത്രിക്ക് ഇതാണ്. പിന്നെ ഗ്രേവി, അതായത് കറികളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ബിരിയാണി അങ്ങനത്തെ ഒന്നുമില്ല. പാൻട്രി ഫുഡ് പിന്നെ ഒഴിവാക്കിയ കാര്യം പിന്നെ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഞങ്ങൾ പറഞ്ഞാണല്ലോ. ഓൺലൈൻ വഴി ഓർഡർ ചെയ്തത് ഇതാണ്. ട്രെയിൻ ഇപ്പം മധ്യപ്രദേശിലെ അംല ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 8:45. ഇവിടെ ട്രെയിനിൽ JCB കൊണ്ടുപോകുന്നതാണ്. ഒരുപാട് JCBകളുണ്ട്. നാഗ്പൂരിന് ശേഷം ഇവിടെയാണല്ലോ സ്റ്റോപ്പ്. പക്ഷെ ഇവിടെ വലിയ ഫുഡൊന്നും അങ്ങനെ കിട്ടുമൊന്നുമില്ല. അംല ജംഗ്ഷനിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ അധികം ഭക്ഷണത്തിൻ്റെ എല്ലാം ലഭ്യത കുറവാണ്. നാഗ്പൂരിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വരുന്നതന്നെയാണ് ഏറ്റവും നല്ലത്. B1 നമ്മുടെ കോച്ചാണേ. ഇവിടെ ഈ ഡോറിൻ്റെ ഈ ഭാഗത്തൊന്നും തുറക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്ത്, അതായത് ഡോർ ലോക്ക് ചെയ്തിട്ട് ഇവിടെ കിടക്കുകയാണ്. ട്രെയിൻ സിഗ്നൽ കിട്ടി. 9:15 ട്രെയിൻ ഇപ്പോൾ ബേത്തൂൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ഇത്താർസിലേക്ക് പോകുന്ന ഈ റൂട്ടില്ലേ മനോഹരമാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് വലിയ കാഴ്ചയൊന്നുമില്ല. നല്ല ടണലുകളും നല്ല പാലങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു റൂട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത്താർസി എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. ഇവിടെ മഴയൊന്നുമില്ല, നല്ല ചൂടാണിപ്പോൾ. ട്രെയിനിൻ്റെ അകത്ത് ഇപ്പോൾ നല്ല തിരക്കായി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ പാനും എല്ലാ കാര്യങ്ങളും വെക്കുന്ന കച്ചവടക്കാരും പിന്നെ അല്ലറ ചില്ലറ ഡോറിന്റെ ഭാഗത്തൊക്കെ വന്ന് കിടക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചുണ്ടല്ലോ, ഞങ്ങൾക്ക് വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടി ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഒരു വണ്ടിയാണ്. ബീഹാറിലേക്ക് പോകുന്ന ഒരു പക്ക വണ്ടി തന്നെയാണല്ലോ. എറണാകുളത്ത് നിന്നും 2087 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ചെയ്ത മധ്യപ്രദേശിലെ ഇത്താർസി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 11:03 ഇപ്പോൾ. ഇവിടെ 10 മണിക്കാണ് എത്തേണ്ടത്. 1 മണിക്കൂർ ഡിലേ. നല്ല ലൈറ്റൊക്കെ ഇട്ട് മനോഹരതൊന്നും പറയുന്നില്ല. കാരണം പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെയൊക്കെ വൃത്തികേടായിട്ടാണ് ഉള്ളത്. കുറേ വേസ്റ്റൊക്കെ കാണാം. നമ്മുടെ ട്രെയിനിലെ വയ്യാത്തൊരാൾക്ക് ചായ നവി വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ആദ്യ ദിവസമില്ലേ, അതായത് ഇന്നലെ രാവിലെ 10:50 ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഈ ട്രെയിൻ കാത്തിക്കുന്ന സമയത്ത് 10:30 അവിടുന്ന് പുറപ്പെട്ട മംഗള ലക്ഷദ്വീപ് ഇല്ലേ, നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന ആ ട്രെയിൻ ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. രാത്രി 1 മണിക്കാണ് ഇവിടെ എത്തുക. അതുപോലെ തന്നെ ബീഹാറിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് 5 ട്രെയിനുകൾ പോകുന്നുണ്ട്. 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽച്ചർ ആർണോയി വിവേക് എക്സ്പ്രസ് ബീഹാർ വഴി കടന്നു പോകുന്ന മാത്രമേ ഉള്ളൂ. 3 ട്രെയിൻ ഡയറക്റ്റായിട്ട് കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് പോകുന്നുണ്ട്. അതിലൊന്നാണ് ഇത്. ബാക്കി 2 വരുന്നത് എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റ് ആണ്, അസൻസോൾ വഴി പോകുന്നത്. ബാക്കി ഒന്ന് ഇവിടുന്ന് ഇറ്റാർസി വരെ വന്നിട്ട് ഇവിടുന്ന് നേരെ ജബൽപൂർ പോകുന്ന വണ്ടിയാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റാർസി ജംഗ്ഷൻ വരാൻ കാരണം മംഗള ലക്ഷദ്വീപൊക്കെ വരുന്ന ഭുസവാൾ റൂട്ട്, പിന്നെ നമ്മൾ പോകുന്ന ഭോപ്പാൽ റൂട്ട്, വന്ന നാഗ്പൂർ റൂട്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് ജബൽപൂർ റൂട്ട്. ഇനിയിപ്പോൾ ഈ വണ്ടി ഝാൻസി വഴിയൊക്കെ തന്നെയാണ് പോവുക. രാവിലെ ഒരു 8 മണി കഴിയും എന്തായാലും കാൺപൂർ എത്തുമ്പോൾ അല്ലേ? ഉത്തർപ്രദേശിലായിരിക്കും ഇനി അടുത്ത ദിവസം കാണാൻ വേണ്ടി പോവുക. അതെ, അപ്പോൾ എന്താ പറയുക, ഈ ഒരു ട്രെയിനിൻ്റെ പാർട്ട് 2 ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3-ാമത്തെ പാർട്ട്, അതായത് ലാസ്റ്റ് ബറൗണി വരെയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് ബൈ.